അപ്പോൾ ഇതാ നമ്മൾ കേക്ക് മേടിക്കാൻ വന്നേക്കുക. അപ്പയ്ക്കുള്ള സർപ്രൈസ് കേക്ക്. ചേച്ചിയെ വീഡിയോ എടുക്കാൻ കേട്ടോ. ഇതാണ് എന്റെ ജിഷ ചേച്ചി. ഞാൻ എപ്പോഴും പറയാറുള്ള ചേച്ചി. സിസ്റ്റർ ആണോ? കസിൻ സിസ്റ്റർ. കസിൻ സിസ്റ്റർ. ഹലോ. ദാ ഞങ്ങളുടെ കേക്ക് ഇവിടെ റെഡിയാണ്. പപ്പാടയാണോ? ഓ ശരി. അവര് സിറ്റിങ്ങിന് വന്നാ? അല്ല, അവരിവിടെയാ. ഓ ശരി. ഞാൻ ഇത്രയൊക്കെ വെച്ചോളൂ. മതി, ഇത് മതി, ഇത് മതി. ഹലോ ഗായ്സ്, അപ്പോൾ ദാ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷൻസും എല്ലാം ഇവിടെ കഴിഞ്ഞു. എൻ്റെ അപ്പയുടെ 65ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ അറിവ് വെച്ചതിന് ശേഷം അപ്പ ഇതുവരെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അറിവ് വെക്കുന്നതിന് മുൻപ് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ചിക്കൂസും ടുട്ടുമ്മയും ഞങ്ങൾ 3 പേരും കൂടെ വിചാരിച്ചു ഈ പ്രാവശ്യം അപ്പയ്ക്കൊരു വമ്പൻ സർപ്രൈസ് തന്നെ കൊടുക്കാമെന്ന്. അപ്പ ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പ ജോലിക്ക് പോയേക്കാം. അപ്പോൾ അപ്പ വരുമ്പോൾ നല്ലൊരു ഞെട്ടലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു വമ്പൻ സർപ്രൈസ് ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ സീനിയർ സിറ്റിസൺ ആയി. ഇച്ചിരി കൊച്ചോ പറഞ്ഞു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ചാന്ന്. അയ്യോ ഇല്ലപ്പാ. താങ്ക് യു പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുക്കും. താങ്ക് യു. ഞങ്ങള് പെമ്മക്കളെ പറ്റി അപ്പ എന്നെ ആലോചിക്കണേ. ശരി. ഓക്കെ, സ്റ്റേ ഹിയർ നൗ. ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ്. ഇനി വിളിച്ചിട്ട് വരാവുള്ളൂ. ക്ലോസ് യുവർ ഐസ്. സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഓ, എന്നാ ഇങ്ങ് പോരെ നേരെ. തട്ടണ എല്ലാം മാറ്റി. അപ്പൊ ധൈര്യമായിട്ട് പോരെ. നിക്ക് അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഓക്കെ. ഇത് നോക്ക്, ഇത് എന്താ വെച്ചിരിക്കണെന്ന് നോക്ക്. അപ്പയുടെ ഫേവറേറ്റ് കലക്കി എന്റെ ആക്ഷൻ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ആദ്യം കളിയാക്കി കൊടുത്തു കൊടുക്കണം. എന്നാ ഓക്കെ, അങ്ങനെ. അങ്ങോട്ട് വരുമ്പോ ചെറിയ ഇഷ്ടമായിട്ടുള്ളൂ, ഇങ്ങോട്ട് വരുമ്പോ വലിയ ഇഷ്ടം. ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അതിലുള്ളതുകൊണ്ട്. അതെ, അപ്പയുടെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് അപ്പയ്ക്ക് ഞാനൊരു ആണി എടുത്തു തരും അതിന്ന്. ഒരു മിനിറ്റ്. ഇനി ടുട്ടും ചിക്കും കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ.
കളിയാക്കി, ആണി തന്ന് കളിയാക്കി. അതിനല്ല എന്നിട്ട് നീ തന്നാ മതി. ഹാപ്പി ബർത്ത്ഡേ പപ്പ. താങ്ക് യു. നീ ചിറ്റി ആരെങ്കിലും തരാണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? അതൊന്ന് അത് പിടിച്ച് ഫോട്ടോ എടുത്തേക്ക്. അത് പിടിച്ചേ അപ്പേ. അയ്യോ ദേ എടുത്തോ. ആഹാ ഒരു ആണി കൊടുത്തു. അപ്പയുടെ ഈ ഒരു 65ാമത് ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചതും. കാരണം അപ്പ സീനിയർ സിറ്റിസൺ ആയേക്കാണ്. ഇതിക്ക് മുന്നേ അപ്പ ഒരു കേക്ക് കട്ട് ചെയ്യുവാട്ടോ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുവാട്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യലാണല്ലോ. അപ്പോൾ പിന്നെ അത് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടെയുണ്ട്, അതുകൊണ്ടും കൂടെ. പിന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ ഡെക്കറേഷൻ, പിന്നെ ഒരു തീം കേക്ക്, പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ നിന്നിട്ട് ആ കേക്കൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടി കട്ട് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീം കേക്ക് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു 5-6 വർഷമായിട്ട് അപ്പയുടെ ഫേവറേറ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റീവായിട്ട് തടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഉളിയും ചിറ്റിയും കൊട്ടുവടിയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഒരു തീം കേക്ക് പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് കേക്ക് കൊടുക്കുമ്പോൾ ആ ആളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടും കൂടെ ആണല്ലോ നമ്മളൊരു തീം കേക്ക് സെറ്റ് ചെയ്യപ്പോഴും. അങ്ങനെയല്ലേ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ 70 ഒന്നാണ്, 70 ആയില്ല എന്നാൽ പോലും. ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറീസ് അപ്പോൾ ഒരു രൂപക്കൂട് സെറ്റ് ചെയ്തു വീട്ടിൽ. ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കിയത് രൂപക്കൂടാണ് കേട്ടോ. അതിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതെങ്ങനെ ഷേപ്പ് ചെയ്യാം, ഓരോ ഗോപുരം പോലെയൊക്കെ പണിതത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിച്ച് സ്വന്തമായിട്ട് ചെയ്തു പഠിച്ച് അപ്പ അത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പയുടെ ഹോബി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഒരു തിങ്സ് മേക്കിംഗ്, വുഡ് മേക്കിംഗ് അല്ലെങ്കിൽ വുഡ് ക്രാഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏതാണ്ട് ആ ഒരു പരിപാടിയാണ്. കിച്ചണിൽ കബേർഡ്സ് റെനോവേറ്റ് ചെയ്യുക, കിച്ചണിൽ കൗണ്ടർ ടോപ്സ് റെനോവേറ്റ് ചെയ്യുക, എല്ലാം മാറ്റി സ്വന്തമായിട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടി വന്നു കഴിയുമ്പം ഭയങ്കര ലെങ്തി വീഡിയോ ആവും. അതുകൊണ്ട് തന്നെ നമ്മളത് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം അതുപോലെ കാര്യങ്ങൾ അപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെ അത് കാണിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു കേക്ക്, തീം കേക്ക് സെറ്റ് ചെയ്തത്. അത് കണ്ടുവഴി അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയത് കണ്ടപ്പോൾ നമ്മളുടെ ഉള്ളിലും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത്രയൊക്കെ തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടതുള്ളൂ അല്ലേ, നമ്മുടെ പേരൻസിൻ്റെ ഹാപ്പിനെസ്. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. പിന്നെ ഞങ്ങളുടെ ഈ ഫാമിലിയെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് അസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.